കുറെ കൂടെ വ്യത്യസ്തമായി എന്നും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസന പാതയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതിൽ വേരൂന്നിക്കൊണ്ടു പോയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല സൂചികകൾ സാറ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പല മേഖലകളിലും നമ്മുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ആ ഒരു യാത്രയുടെ ഒരു ഭാവി എന്നുള്ളത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന നിലയിൽ സൂചിപ്പിക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് വെച്ച് എങ്ങനെ വളർച്ച സാധ്യമാകും, അത് വികസനം എങ്ങനെ സാധ്യമാകും. അപ്പം അതിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പ്രതിശീർഷ വരുമാനം നോക്കിയാൽ, അല്ലെങ്കിൽ സമ്പത്തിന്റെ കേന്ദ്രീകരണം നോക്കിയാൽ, അസമത്വത്തിന്റെ അതിതീവ്രമായ വ്യാപനം നോക്കിയാൽ, നമ്മുടെ രാജ്യം പൊതുവെ അത്തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിന്റെ സവിശേഷത ഈ ഇൻക്ലൂസീവ്നെസ് ആണ്. അത് ജാതി, മതം, അതുപോലെ ലിംഗം, ഈ വ്യത്യാസങ്ങളില്ലാതെ തന്നെ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ തന്നെ എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളതാണ്. അത് വ്യവസായത്തിൽ എങ്ങനെ സാധ്യമാകും? ഇപ്പൊ നമ്മളതാണ് ചിന്തിക്കുന്നത്. വ്യവസായത്തിൽ ഇപ്പോ കേരളത്തിന്റെ പൊതുവർത്തമാനം എന്താണെന്ന് വെച്ചാൽ, കേരളം എല്ലാം കൊള്ളാം, കാണാൻ നല്ല സ്ഥലമാണ്, വിദ്യാഭ്യാസം കൊള്ളാം, ആരോഗ്യം കൊള്ളാം. പക്ഷെ വ്യവസായം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നതായിരുന്നു ഒരു ആശങ്ക ചിത്രം ഉണ്ടായിരുന്നു. കമ്പനികൾ മാത്രം. ഇപ്പൊ എന്താണ് എന്നോടൊന്ന് ചോദിക്കുന്നത്, 2000 ഏക്കർ തമിഴ്നാട്ടിൽ ഇപ്പൊ 2000 കൊടുത്തുള്ളൂ, ആന്ധ്രയിൽ 2000 കൊടുത്തുള്ളൂ, അവിടെ 1 ലക്ഷം കോടി വരുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ എന്തോ പോയി? നമുക്ക് ഇവിടെ നടക്കില്ല. ഇവിടെ ഞാൻ 100 ഏക്കർ അക്വയർ ചെയ്യണമെങ്കിൽ 1000 പേരോട് സംസാരിക്കണം. മറ്റു സംസ്ഥാനത്ത് 2000 ഏക്കർ അക്വയർ എടുത്താൽ ഒരാളോട് സംസാരിച്ചാൽ മതി. നമുക്കാണെങ്കിൽ ആകെ വളരെ എക്കോളജിക്കലി സെൻസിറ്റീവായ സ്ഥലമാണ്. ഇവിടെ പറ്റുന്ന വ്യവസായങ്ങളാണ് ഇവിടെ സാധ്യമാകുന്നത്. അപ്പൊ അതിൽ വലിയ മുന്നേറ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ദിവ്യസൈഡ് പറഞ്ഞല്ലോ, കാറ്റും കോളും എന്ന് പറഞ്ഞ എന്തെല്ലാം പ്രചാരവേദികളെ നേരിട്ടുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ഇന്ന് ഞാൻ മലയാളത്തിൽ 1ാമത്തെ പത്രം നോക്കി. അപ്പൊ അതിലൊരു കൗതുകകരമായ വാർത്തയുണ്ട്. അത് ആദ്യ വർഷം തന്നെ സംരംഭക വർഷത്തിൽ 25% കൂട്ടി എന്നുള്ളതാണ് വലിയ ആഘോഷിക്കുന്ന വാർത്ത. ഒരുപക്ഷെ ലോകത്ത് ഒരിടത്തും ഒരു പത്രവും ഒരു മാധ്യമവും അവരവരുടെ നാട്ടിൽ എത്ര വ്യവസായം കൂട്ടി എന്ന് വിവരാകാശം അന്വേഷിച്ച് നടക്കുന്ന ഒരു അനുഭവമേ ഉണ്ടാവില്ല. എത്ര തുറന്നു നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമായിരിക്കും സാധാരണ മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ ആദ്യ വർഷം 25 തെറ്റാണ്. അതിൽ തന്നെ എഴുതുന്നുണ്ട് ആദ്യ വർഷം 30 ശരാശരി 30% മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത്. കേരളം 25 നിർത്തി. കേരളം 25 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് 2 വർഷത്തിൽ ആ വാർത്ത തെറ്റാണ്. അതിൽ ഏറ്റവും കൗതുകകരം അവസാനത്തിന് വാചകമുണ്ട്. ഈ സംരംഭക വർഷത്തിന്റെ ഭാഗമായി 3,47,000 സംരംഭങ്ങൾ ഇത്ര ഇത് എന്നാണ് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നത്. അത് അവകാശപ്പെടലാണ്, മറ്റത് ആധികാരിക പ്രഖ്യാപനമാണ്. മറ്റത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവരുടെ 82 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊജക്ട് നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി തിരഞ്ഞെടുത്തു. അത് നമ്മുടെ ഈ ഇയർ ഓഫ് എന്റർപ്രൈസസ് ആണ്. IIM ഇൻഡോ അതിനെ സംബന്ധിച്ച് വിശദമായ സ്റ്റഡി നടത്തി. ഇപ്പൊ 2025 മാർച്ച് 28-29 152 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ ഈ ഇയർ ഓഫ് എന്റർപ്രൈസസ് അവതരിപ്പിക്കാൻ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ XOY ആകട്ടെ അമേരിക്കൻ പ്രസിഡന്റാണ് ആ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാറുള്ളത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടർ എന്ന് അംഗീകാരം നമുക്ക് നൽകി. എന്നിട്ടും മലയാളത്തിന്റെ 1ാമത്തെ പത്രത്തിന് അത് വ്യവസായ വകുപ്പിന്റെ അവകാശവാദം മാത്രമാണ്. അപ്പൊ അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഞാൻ കാണുന്നത്. സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം നമ്മുടെ സംരംഭകത്വ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു അഹങ്കാരമാണ്. അതിൽ വ്യവസായ വകുപ്പിന്റെയും ഒപ്പം കുടുംബശ്രീയുടെയും പങ്ക് എന്നുള്ളത് ഒട്ടും ചെറുതല്ല. ഈ പറഞ്ഞ സംരംഭങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ ആരംഭത്തിലുള്ള ഒരു പ്രചോദനം നേടുന്നത് അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ ബലം എന്നുള്ളത് അവർ കൈവരിക്കുന്നത് കുടുംബശ്രീയിൽ നിന്നാണ്.
ഒപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള, അതായത് അറിവ് ആർജിക്കുന്നത്, അതിനുള്ള പരിശീലനം നേടുന്നതും കുടുംബശ്രീ മുഖേനയാണ് എന്നൊക്കെയുള്ള പല കഥകൾ കേട്ടു. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സുനിത വില്യംസ് അങ്ങ് നാസയിലും അമേരിക്കയിലും ബഹിരാകാശത്തും ഒക്കെ സ്ത്രീകൾ പോകുന്ന സമയത്ത് പോലും നമ്മുടെ നാട്ടിൽ ഒരു ബൈക്ക് റിപ്പയർ ചെയ്യുവാനായിട്ട് സ്ത്രീകളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുമുണ്ട്. അപ്പൊ അവരും ഞങ്ങളോട് പറയുമായിരുന്നു, നമ്മൾ ഒരു ടയർ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നാട്ടുകാർ ചിലപ്പോൾ ഞങ്ങളോട് ചോദിക്കും, വേറൊരു വർക്ക്ഷോപ്പിൽ കൂടെ കൊണ്ടുപോകണ്ടല്ലോ അല്ലേ, ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടല്ലോ ഈ സ്ക്രൂ എന്നൊക്കെ ആളുകൾ ഞങ്ങളോട് വന്ന് ചോദിക്കും. സംരംഭങ്ങളുണ്ടെങ്കിലും നിർമ്മിക്കപ്പെടുന്ന പൊതുബോധം എന്നുള്ളത് ഇവിടെ പെട്ടിക്കട, പിന്നെ ലോട്ടറി, ബീവറേജ്, ഇത് ബാർബർ ഷോപ്പ്, ഇത്രയും കാര്യങ്ങൾ മാത്രമുള്ള സ്ഥലമാണ് കേരളം എന്നാണ് പുറത്ത് സൃഷ്ടിക്കപ്പെടുന്ന പ്രതീതി. എന്നാൽ ലോകം ഉപയോഗിക്കുന്ന മെഡിക്കൽ രംഗത്ത് ബ്ലഡ് ബാങ്ക്, നമ്മുടെ ഹോസ്പിറ്റലിൽ ലോകം ഉപയോഗിക്കുന്നതിന്റെ 12% കേരളമാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്നില്ല, ലോകം ഉപയോഗിക്കുന്നതിന്റെ 12%. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് മാനുഫാക്ചറിംഗ് കമ്പനി കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്, തെർമൽ കൺട്രോൾ. ഏഷ്യയിലെ 1ാമത്തെ, ലോകത്തെ 2ാമത്തെ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണുള്ളത്. ഇന്ത്യയിലെ ഏക ഇൻഡിജിനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണുള്ളത്. റബ്ബർ ത്രെഡ് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിൽ 1ാമത്തെ കമ്പനി റബ്ഫൈ കേരളത്തിലാണ്. നാസ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ISR ഒക്കെ ഉപയോഗിക്കുന്ന അവരുടെ കാര്യങ്ങൾ റബ്ബർ വജ്ര എന്ന് പറയുന്ന കമ്പനി കേരളത്തിലാണുള്ളത്. ലോകം ഉപയോഗിക്കുന്ന ഒലിയോറസിന്റെ 84% കേരളമാണ് ഉണ്ടാക്കുന്നത്. ലോകത്തിന്റെ സ്പൈസ് പ്രോസസിംഗ് ഹബ്ബ് കേരളമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികളെ കുറിച്ചുള്ള ലോകോത്തര ജേണലിൽ വന്ന 100 കമ്പനികൾ ഒന്ന് കേരളത്തിലെ BK സ്റ്റീൽ കമ്പനിയാണ്. അപ്പൊ എന്നാൽ ഇതൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് സാധാരണഗതി എത്തുന്നില്ല. ഇപ്പൊ 3600 കോടി ടേൺ ഓവർ ഉള്ളതാണ് സിന്തേറ്റ് ഗ്രൂപ്പ് കേരളത്തിൽ. അവരുടെ നേരെ താഴെ കാൻഗൂർ ഗ്രൂപ്പിന്റെ ഉണ്ട്, ഈസ്റ്റേൺ ഗ്രൂപ്പ്. ഇപ്പോൾ ലോകത്തിലെ വിപ്രോ അവരുടെ പ്രധാന സംവിധാനങ്ങൾ മുന്നോട്ട് മാറി. IBM-ന്റെ ലോകം അവരുടെ ചരിത്രത്തിൽ ആദ്യമായി 2 വർഷത്തിനുള്ളിൽ ഒരേ നഗരത്തിൽ 2 ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. 0 to 2500 എന്ന രൂപത്തിൽ എംപ്ലോയ്മെന്റിനെ അവർ റിക്രൂട്ട് ചെയ്ത് ലോകത്ത് ആദ്യമായിട്ടാണ്. 100 ദിവസം കൊണ്ടാണ് ഇവിടെ 1400 പേരെ ഒരു കമ്പനി, ഇന്റർനാഷണൽ കമ്പനി ഇൻഫോ പാർക്കിന് വേണ്ടി റിക്രൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ലോകോത്തര കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതൊന്നും പൊതുമണ്ഡലത്തിലേക്ക് വേണ്ടത്ര വരാതിരിക്കുന്നുണ്ട്. സ്ത്രീ സംരംഭകർ വളരെ നല്ല രീതിയിൽ വരുന്നു, അവര് നന്നായി സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനെ നന്നായി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. തീർച്ചയായും യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയധികം സൂപ്പർലേറ്റീവ്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഏറ്റവും അത്യുന്നതങ്ങളിലുള്ള നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് പട്ടികയായി ഇവിടെ അണിനിരക്കാൻ സാധിക്കുന്നു എന്നുള്ളപ്പോഴും എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരന്റെ നെഞ്ചിലേക്ക് കയറ്റുവാൻ നമുക്ക് സാധിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. സാർ സൂചിപ്പിച്ചതുപോലെ ഇത് എങ്ങനെയാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ചോദ്യത്തിന് വീണ്ടും ഞാൻ തൊഴിലുറപ്പിന്റെ അനുഭവത്തിലേക്ക് തന്നെ പോവുകയാണ്. ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടും ഈ പറയുന്ന സംഖ്യകളും ഒക്കെ ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോൾ ഇടയ്ക്ക് തൊഴിലുറപ്പ് സൈറ്റിൽ പോയി നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ കൂടെ ചെലവഴിക്കുന്ന സമയം, ഒരുപക്ഷെ ആ സമയമാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതില് എനിക്ക് ഏറ്റവും മനസ്സിൽ ഞാൻ കോറിയിടുന്ന 1-2 സംഭാഷണങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ തൊഴിലുറപ്പിൽ വരുന്നത്? അപ്പൊ നമുക്ക് ഒന്ന് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുറക്കാൻ പറ്റി, അതൊരു വലിയ കാര്യമാണ്. സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുറക്കാൻ പറ്റി, അതിൽ എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ വരും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതായിരുന്നു 1. 2, ഞാൻ ചോദിച്ചു, ഈ പൈസ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? കാരണം സ്ത്രീകളുടെ കയ്യിൽ പൈസ എത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഉപയോഗിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടോ എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം നമ്മൾ ലിംഗസമത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ. അപ്പൊ അതിൽ 1-2 പേര് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്രാവശ്യം വെക്കേഷന് വേനൽക്കാല അവധിക്ക് കുട്ടികളെയും കൊണ്ട് കുറച്ച് അമ്പലങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോ കാശുണ്ട്. മറ്റൊരു അമ്മ എന്നോട് പറഞ്ഞത്, വീട്ടില് ഇപ്പൊ കുട്ടികൾക്ക് എന്നും ഒരു കവർ കൂടെ പാല് വാങ്ങിച്ച് രാത്രിയും കൂടെ പാല് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് എന്നോട് പറഞ്ഞത്, വീട്ടിൽ ഇപ്പൊ എന്നും മുട്ട വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരുപക്ഷെ നമ്മളത് ഓരോ അണുവായി പരിശോധിക്കുമ്പോൾ
പക്ഷെ അവരുടെ കുടുംബങ്ങളിൽ ആ കുട്ടികളുടെ വളർച്ചയിലൊക്കെ അത് ഉണ്ടാക്കുന്ന മാറ്റം എന്നുള്ളത് വളരെ വലുതാണ്. അപ്പൊ ഇത് ഒരു പക്ഷേ വേതനം നമ്മൾ മറ്റുള്ള വ്യാവസായിക മേഖലകളെ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്നതാണ് ഇന്നും കേരളത്തിന് തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം കൂടുതൽ വേണം എന്ന് ആവശ്യപ്പെട്ടാലും ഇപ്പോഴും കുറവാണ്. അപ്പൊ അതിന് പോലും ഇത്രയ്ക്ക് മാറ്റങ്ങൾ ഒരു അണുവായി നമ്മൾ നോക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ തലത്തിൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റേതൊരു വ്യാവസായിക മേഖലയാണെങ്കിലും അതിന്റെ സാമൂഹിക പരിണാമം എങ്ങനെയാണ് എന്നുള്ളത് കുടുംബത്തിന്റെ തലത്തിൽ നമുക്ക് ഒരു അന്വേഷണം എന്നുള്ളത് തന്നെ നമുക്ക് ശരിക്കും നടത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വയനാട് ദുരന്തത്തിലൊക്കെ അവിടുത്തെ മോണിറ്ററിംഗ് ഒക്കെ ചെയ്ത ചെറുപ്പക്കാരുടെ വീഡിയോ വരും. അപ്പൊ നമ്മുടെ മനസ്സിൽ വ്യവസായമായി കൊണ്ടുവന്ന കേരളത്തിന്റെ അന്തരീക്ഷം ഇപ്പോ വെള്ളാനകളുടെ നാട് അല്ലെങ്കിൽ അങ്ങനെ കുറെ സിനിമകളുണ്ട്. അപ്പൊ അതിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ബസ് നടത്താൻ ഒരാള് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ മാത്രം ചെയ്താലാണ് തകർന്നു പോകുന്നത്. മോഹൻലാലിന്റെ കഥാപാത്രം അദ്ദേഹം ഏത് രാജ്യത്ത് അങ്ങനെ വ്യവസായം നടത്തിയാലും തകർന്നില്ലെങ്കിലാണ് അവാർഡ് കൊടുക്കുന്നത്. കണ്ടക്ടറെ തിരഞ്ഞെടുക്കുന്നില്ല, സൂക്ഷ്മതയില്ലായ്മ, വണ്ടിയുടെ റൂട്ട് തിരഞ്ഞെടുക്കുന്നില്ല, വാങ്ങുന്നതിന് മുമ്പ് വണ്ടിയുടെ അതിന്റെ ഫിറ്റ്നസ് നോക്കുന്നില്ല. ഇതൊന്നും ചെയ്യാത്ത ഒരാള് ലോകത്ത് എവിടെങ്കിലും തുടങ്ങിയിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിലാണ് അവാർഡ് കൊടുക്കേണ്ടത്. പക്ഷെ നിർമ്മിക്കപ്പെട്ട പ്രതീതി എന്താ, കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് അത് തകർന്നു പോയതെന്നുള്ളതാണ്. ഞാൻ ഡൽഹിയിലെ ഞങ്ങളുടെ റോഡ് ഷോ, ഇപ്പൊ നാളെ ദുബായ് റോഡ് ഷോ, എല്ലായിടത്തും ഈ സമ്മിറ്റ് മുമ്പ് റോഡ് ഷോ ആണ്. അപ്പൊ അവിടെ കേരളത്തെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ? ചിലരുടെ ധാരണ കേരളത്തിൽ മാത്രമേ ഈ കൊടിയുള്ളൂ എന്നാണ്. ഈ പണിമുടക്ക് അവിടെയാണ്. ഇപ്പൊ ഞാൻ ഹിന്ദുവിൽ ഡീറ്റെയിൽ റിപ്പോർട്ട് 2 ദിവസം മുണ്ടായിരുന്നു. ആ പരിപാടിയുടെ 2 ദിവസം മുമ്പ് അവർ അർബൻ ലേബർ മിനിസ്ട്രിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിൽ പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ 15 കൊല്ലക്കാലത്തിനുള്ളിൽ നടന്ന പണിമുടക്കുകളുടെ 28% തമിഴ്നാട്ടിലാണ്. 28% തമിഴ്നാട്ടിലാണ്, 17% മഹാരാഷ്ട്രയിലാണ്, 11% ഗുജറാത്തിലാണ്. ആദ്യ പട്ടികയിലൊന്നും കേരളമില്ല. പക്ഷെ ഗുജറാത്തിലൊക്കെ പണിമുടക്കുണ്ടോ, മഹാരാഷ്ട്രയിൽ പണിമുടക്കുണ്ടോ എന്നൊക്കെ ഇനി നമ്മുടെ നാട്ടിലെ ചോദ്യം. എന്നല്ലേ തമിഴ്നാട്ടിൽ പിന്നെ കുറച്ചൊക്കെ ഉണ്ടെന്ന് കരുതാം. റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ ഇതാണ്: പണിമുടക്കുകൾ വ്യവസായവൽക്കരണത്തിന് തടസ്സമല്ല എന്നാണ് ഹിന്ദു റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ. നമ്മുടെ നല്ലൊരു വിഭാഗത്തിന്റെ പ്രത്യേകത നെഗറ്റിവിറ്റിയിലാണ് നമുക്ക് കുറെ താല്പര്യമുള്ളത്. ഇപ്പൊ ഒന്നിനൊരു അനശ്വരത എന്നുള്ളത്, അമരത്വം ഒന്നിനുമില്ല, മനുഷ്യനുമില്ല, വ്യവസായത്തിനുമില്ല. കേരളത്തിലെ ഒരു ഗുണം എന്ന് വെച്ചാൽ എന്തെങ്കിലും അടഞ്ഞാൽ അതറിയാത്തവരാരും ലോകത്തുണ്ടാവില്ല, തുറന്നാൽ അറിയുന്നവരാരും കേരളത്തിൽ പോലും ഉണ്ടാവില്ല. ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ ഇത്രയും IBM അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 വർഷത്തിന് 2 ക്യാമ്പസ് തുടങ്ങി 3000 പേര് എന്ന് പറഞ്ഞാൽ 600 കോടി ഒരു വർഷം ഇവിടെ ശമ്പളത്തിന് കൊടുക്കുന്നുണ്ട്. HCL എന്ന് പറഞ്ഞ ലോകത്തിന്റെ 1ാമത്തെ എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനി കൊച്ചി തുടങ്ങി. അടുത്ത ക്യാമ്പസ് തിരുവനന്തപുരം തുടങ്ങാണ്. 60 ലക്ഷമാണ് ഒരു വർഷം ഒരാൾക്ക് ശമ്പളം കിട്ടുന്നത്, ഏറ്റവും ഉയർന്ന ശമ്പളം. അപ്പൊ ഇതൊന്നും നമ്മുടെ ആർക്കും അറിയാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ ലോകം ഉപയോഗിക്കുന്ന 12% ബ്ലഡ് ബാഗ് കേരളത്തിലോ എന്നായിരിക്കും നമ്മുടെ ചോദ്യം. കേരളത്തിലാകാൻ വഴിയില്ല, അത് വെറുതെ നിങ്ങളുടെ ഒരു തള്ളായിരിക്കും എന്നായിരിക്കും അടുത്ത കമന്റ് വരിക. ഇതാണ് നമ്മുടെ ഒരു പ്രചാരണ രീതിയിൽ. ഇപ്പോഴത്തെ സൗകര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ചിലരോട് ചോദിച്ചു ഈ കമ്പനികൾ, ഞാൻ ഈ പറഞ്ഞ കമ്പനികളൊക്കെ ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആർക്കും അറിയാൻ വഴിയില്ല. IBM-ന്റെ തന്നെ ഈ സെന്റർ ഉദ്ഘാടനം ചെയ്ത് മലയാളത്തിൽ 1ാമത്തെ പത്രത്തിന്റെ പ്രാദേശിക വാർത്ത മാത്രമായിരുന്നു. എന്നാൽ എക്കണോമിക് ടൈംസ് രാജ്യത്താകെ വാർത്ത കൊടുത്തു. രാജ്യത്താകെ കൊടുത്തപ്പോ മലയാളത്തിൽ 1ാമത്തെ പത്രത്തിന് പ്രാദേശിക വാർത്ത മാത്രമായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും മാറാൻ നമുക്ക് നന്നായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കുക. നിങ്ങൾ ചെറുപ്പക്കാരെന്ന വരെ അത്തരം കാര്യം നന്നായി കൊണ്ടുപോവുക. ഒരു പോസിറ്റീവ് നെറേറ്റീവ് എന്നുള്ളത് നമുക്ക് ഉയർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് കേരളത്തിന്റെ എന്ന് മാത്രമല്ല, വ്യക്തിഗതമായി നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്കും അത് പ്രധാനമാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. പണിയായുധങ്ങളുടെ ലിംഗസമത്വത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇന്ന് നമ്മൾ AI-യുടെയും റോബോട്ടിക്സിന്റെയും ഒക്കെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പം സാർ ഇവിടെ വന്നപ്പോഴും കണ്ടിരുന്നു, നമുക്ക് ശരിക്കും വിഴിഞ്ഞം തുറമുഖം ഇന്ന് ലോകത്തിന് മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു മികവ് എന്നുള്ളത്
നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെയും ഓട്ടോമേഷൻ്റെയും ഉള്ള ഒരു ഒരു തരം എന്നുള്ളത് കൂടിയാണ്, അതിൻ്റെ ഒരു ഗുണമേന്മ എന്നുള്ളത് കൂടിയാണ്. കാരണം ഭാരതത്തിൽ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ് വിഴിഞ്ഞത്തിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതും, ഒപ്പം ലോകത്തിലെ ഏത് വൻകിട പോർട്ടുമായും നമുക്ക് മത്സരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഗുണമേന്മയാണ് നമ്മുടെ ഓട്ടോമേറ്റഡ് ക്രെയിൻസിൽ അവിടെ ഉള്ളത് എന്നുള്ളതുമാണ്. സാധാരണ നമ്മൾ ക്രെയിനിൽ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വളരെ ഉയർന്ന 100 മീറ്റർ ഉയർന്ന ഒരു ക്രെയിനിന്റെ മുകളിൽ അത്രയധികം ഉയരത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കുഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും നമുക്ക് വരിക. പക്ഷെ വിഴിഞ്ഞത്ത് വന്നാൽ നമുക്ക് ഒരു ക്രെയിനിലും ഒരു മനുഷ്യനെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ മനുഷ്യരുടെ ഒരു സുരക്ഷിതത്വം എന്നുള്ളതും തീർച്ചയായിട്ടും വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ് അവിടുത്തെ ഞങ്ങളുടെ കൺട്രോൾ റൂമിലിരുന്ന് ഈ ക്രെയിനുകളെ പൊക്കുകയും താത്തുകയും ഇത്രയും ഭാരമുള്ള കണ്ടെയ്നറുകൾ നമ്മൾ പൊക്കിയെടുത്ത് അതിന്റെ സ്ലോട്ടിൽ കൊണ്ട് വെക്കുകയും തിരികെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ലിംഗസമത്വം അവിടെ വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയധികം സ്ത്രീകളെ നമുക്ക് അവിടെ ഉൾക്കൊള്ളാനും ഈ ഓരോ പ്രവൃത്തിക്കും ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോഴും സർ ഒരു ചോദ്യം എന്നുള്ളത്, ഇത് സാധാരണ മനുഷ്യനെ എങ്ങനെയാണ് സേവിക്കാൻ പോകുന്നത്? 2, ഒരു പക്ഷേ ഇതെല്ലാം നഗര കേന്ദ്രീകൃതമായി നിൽക്കും ഈ വ്യവസായങ്ങൾ എന്നുള്ള ഒരു സംശയം പലപ്പോഴും കേരളത്തിലെ സാധാരണക്കാരുടെ മധ്യത്തിൽ വരാറുണ്ട്. കേരളത്തിന്റെ പ്രത്യേകത, കേരളം മൊത്തത്തിൽ നഗരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം. കാരണം നഗരം ഗ്രാമ വ്യത്യാസം ഇല്ല എന്ന് തന്നെ പറയും. പിന്നെ ഇവിടെ പറഞ്ഞത് ശരിയാണ്, നാളെ ടെക്നോളജി ഏത് രൂപത്തിൽ ഇപ്പോൾ അവർ സൂചിപ്പിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പല മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു പുതിയ നോർവീജിയൻ കമ്പനി പോയപ്പോൾ 4 പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം യന്ത്രങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ ഭാവി വരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. യന്ത്രങ്ങൾ എല്ലാം ജോലി ചെയ്യുകയും നമ്മളിങ്ങനെ ചർച്ച നടത്തി ഭക്ഷണം കഴിച്ച് സിനിമ കണ്ട് കാറ്റിട്ടൊക്കെ മനുഷ്യർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന, എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും. മനുഷ്യർ ജോലിയൊന്നും ചെയ്യുന്നില്ല, യന്ത്രങ്ങൾ ജോലി ചെയ്യുന്നു. നമ്മൾ സിനിമ കാണുന്നു, ചർച്ചകളിൽ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നു, കാറ്റ് കൊള്ളുന്നു, നടക്കാൻ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. നമുക്ക് കിട്ടുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ല, യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മുഴുവൻ കൈയടക്കുകയും ബാക്കി എല്ലാ ആളുകളും ദരിദ്രരായി മാറി ചെയ്യുന്നതെങ്കിൽ അത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് വരും. സാറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കുള്ള പരിമിതികൾക്കുള്ളിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ളിൽ നമുക്കിപ്പോ നമ്മുടെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിന്റെ ഒരു ഡിക്ലറേഷൻ, ഒരു നോട്ടിഫിക്കേഷനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 1/3 ഈ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൽ വന്നു കഴിഞ്ഞു ഇപ്പോൾ. അപ്പൊ അവിടെ നമുക്ക് തൊടാനാകില്ല എന്നുള്ളതാണ്. മറ്റൊരു ഭാഗം മൊത്തം നമ്മുടെ തീരദേശ പ്രദേശമാണ്. അവിടെ നമുക്ക് കോസ്റ്റൽ റെഗുലേറ്ററി സോൺ ഓൾറെഡി ഉണ്ട്. ഇതിന്റെയും ഉള്ളിലുള്ള ഇത്രയും മനുഷ്യരുടെ ഇടയിൽ ഇത്രയധികം ജനസാന്ദ്രത, ഇപ്പോൾ കണക്കുകൾ പ്രകാരം തന്നെ 865 നമ്മുടെ ജനസാന്ദ്രത. ഇത്രയും ജനസാന്ദ്രതയ്ക്കിടയിലാണ് ഇത്രയധികം വ്യവസായങ്ങളുടെയും സംരംഭങ്ങളുടെയും കാര്യം നമ്മൾ പറയുന്നത്. പോസിറ്റീവായി പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ളത് നമ്മൾ പറഞ്ഞ് കേരളത്തിൽ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കേരളം, ശരിക്കും കേരളം ഭൂമിശാസ്ത്രത്തിലും ജനസംഖ്യയിലും മാത്രമാണ് കൊച്ചായിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും നമ്മൾ വലിയ കേരളമാണ്. വിദ്യാഭ്യാസം നോക്കും, നമ്മൾ വലിയ കേരളമാണ്. കേരളത്തിലെങ്ങാനും ജനിച്ചാൽ 8 കൊല്ലെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ജീവിക്കാം. ലൈഫ് എക്സ്പെക്ടൻസി കേരളമാണ്, ആരോഗ്യം കേരളമാണ്. ഏത് നോക്കിക്കഴിഞ്ഞാലും 5 സ്റ്റാർ ഹോട്ടൽ നോക്കിയെങ്കിൽ കൊച്ചി ടൂറിസം പ്ലേസ് ആയി എന്നാ പറയാം. നമ്മൾ ആകെ 1.16% സ്ഥലമുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സ്റ്റേറ്റ് കേരളമാണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മഹാരാഷ്ട്ര 2ാം സ്ഥാനത്താണ്. കേരളത്തിൽ ഇപ്പൊ 51 5 സ്റ്റാർ ഹോട്ടലുണ്ട്, മഹാരാഷ്ട്രയിൽ 35 ഉള്ളൂ. അപ്പൊ ഏതെടുത്താലും നമ്മൾ വലുതാണ്. നമ്മുടെ GDP, നിങ്ങൾ GDP തമിഴ്നാട് നോക്കി 8% ഇന്ത്യക്ക് കൊടുക്കുന്നു, മറ്റൊന്ന് 9 കൊടുക്കുന്നു, നിങ്ങൾ 4 ഉള്ളൂ. നമ്മൾ 1.16% സ്ഥലത്തു നിന്നും 2.8% ജനങ്ങൾ ഇപ്പോൾ ഇവിടെ ദിവ്യാസയിൽ പറഞ്ഞ എല്ലാ അവിടുത്തെ CRS, ഇപ്പുറത്ത് വെറ്റ്ലാൻഡ്, വന്യമൃഗങ്ങളാണ്, ഇനിയും സ്ഥലം വേണമെന്ന് പറഞ്ഞ് വരുന്നു, ഫോറസ്റ്റ് ഏരിയ കൂടുതൽ. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ 4% ഇന്ത്യൻ GDPക്ക് സംഭാവന ചെയ്യുന്നത്. ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ മൊത്തം ടേൺ ഓവറിന്റെ 24% സംഭാവന ചെയ്യുന്നത് കേരളമാണ്. ആ കേരളം കൊച്ചു കേരളമാണ്. എങ്ങനെ
അപ്പൊ നമ്മൾ വലിയ കേരളമാണ്. പ്രസംഗിച്ച് നമ്മൾ എല്ലാവരും ചേർന്ന് കേരളത്തെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനം ഇത് നമ്മൾ വലിയ കേരളമാണ്. ഭൂമിശാസ്ത്രം നമ്മൾ വിചാരിച്ചാൽ എത്ര വലിച്ചു നീട്ടിയാലും നീളില്ല. ജനസംഖ്യ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ സ്ഥലത്ത് ഡെൻസിറ്റി കൂടുതലാണ്, പക്ഷെ 2.8%. ഇനി നമ്മൾ അതിന് അത്രയേ ഉള്ളൂ നമുക്ക്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് അവതരിപ്പിക്കേണ്ടത്.